ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ മൂന്നാമത്തെ ദശകം ആരംഭിക്കുകയാണ്. ദശകം 3 ഭക്തി പ്രാർത്ഥന. ഇന്ന് 1, 2, 3 ശ്ലോകങ്ങൾ നോക്കാം. ഒന്നാമത്തെ ശ്ലോകം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിബദിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. പദമുറിച്ച് പറയാം. പഠന്തോ നാമാനി, പഠന്തഃ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തഃ രൂപം, സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ, കഥയന്തഃ ഗുണകഥാഃ ചരന്തഃ യേ, ചരന്തോ യേ ഭക്താഃ ത്വയി, ഭക്താസ്ത്വയി ഖലു രമന്തേ പരം അമൂൻ അഹം, പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവ അഭിലഷിതാൻ, സമധിഗത സർവാഭിലഷിതാൻ. ഭഗവാന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമാണ് ഭക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വർദ്ധിച്ച ഭക്തി നിലനിർത്താനും കഴിയുന്നത് എന്ന് ഈ ദശകത്തിൽ മേൽപ്പത്തൂര് പറയുന്നു. ഹേ വരദ, ഗുരുവായൂരപ്പ, തേ നാമാനി പഠന്തഃ, അങ്ങയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും, രൂപം സ്മരന്തഃ, രൂപത്തെ ധ്യാനിച്ചുകൊണ്ടും, ഗുണകഥാഃ കഥയന്തഃ, അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും, പ്രമദഭരസിന്ധൗ, പരമാനന്ദമാകുന്ന സമുദ്രത്തിലെ, സിന്ധൗ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ, പ്രമദഭരസിന്ധൗ നിപതിതാഃ, പരമാനന്ദമാകുന്ന സമുദ്രത്തിലെ മുഴുകി, ചരന്തഃ സഞ്ചരിക്കുന്ന, യേ ഭക്താഃ യാതൊരു ഭക്തരാണോ, ത്വയി രമന്തേ ഖലു അങ്ങയിൽ തന്നെ രമിച്ചു കൊണ്ടിരിക്കുന്നത്, അമൂൻ പരം അഹം അവരെ മാത്രമാണ് ഞാൻ, സമധിഗത സർവ അഭിലഷിതാൻ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, സമധിഗത സർവ അഭിലഷിതാൻ സർവ ആഗ്രഹങ്ങളും സാധിച്ചവരായിട്ട് വിചാരിക്കുന്നത്, ധന്യാൻ മന്യേ ധന്യരായിട്ട് വിചാരിക്കുന്നത്. മേൽപ്പത്തൂര് പറയാൻ, ഭഗവാനെ അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ടും രൂപത്തെ സ്മരിച്ചുകൊണ്ടും കീർത്തനങ്ങൾ ഭക്തിയോടുകൂടി ആലപിച്ചുകൊണ്ടും അങ്ങനെ നിരന്തരം അങ്ങയിൽ തന്നെ മനസ്സിനെ ചേർത്ത് വെച്ചിരിക്കുന്ന അവിടുത്തെ ഭക്തന്മാരുണ്ടല്ലോ, അവരെ മാത്രമാണ് ജീവിതത്തിൽ ഇനി വേറെ ഒന്നും തന്നെ നേടാനില്ലാത്ത എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. ആഗ്രഹങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ആഗ്രഹം തോന്നി അത് എങ്ങനെയെങ്കിലുമൊക്കെ സാധിപ്പിച്ച് ഒന്ന് സന്തോഷിക്കുമ്പോഴേക്കും അടുത്ത ആഗ്രഹം വരും. പിന്നെ മനസ്സ് അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അമിതമായ ആഗ്രഹങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കണം. എനിക്ക് ഇത്രയൊക്കെ മതി എന്ന തോന്നലുണ്ടാകണം. അങ്ങനെ തോന്നണമെങ്കിൽ ഭഗവാനിലെ പരമമായ പ്രീതി ഉണ്ടാകണം. ഭഗവാനെ അറിഞ്ഞ് ആശ്രയിക്കുന്നവർക്ക് ഭൗതിക സുഖങ്ങളെല്ലാം എത്ര നിസ്സാരമാണ് എന്ന തോന്നലുണ്ടാകും. അങ്ങനെ അങ്ങയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർ മാത്രമാണ് സർവ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായിട്ട് ഞാൻ വിചാരിക്കുന്നത് എന്ന് മേൽപ്പത്തൂര് പറയുന്നു. അപ്പോൾ ഭഗവത് ഭക്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നതിലപ്പുറം ഈ മനുഷ്യജന്മത്തിൽ വേറെ ഒന്നും തന്നെ നേടേണ്ടതായിട്ടില്ല എന്ന് സാരം. ഇനി രണ്ടാമത്തെ ശ്ലോകം. ഗതക്ലിഷ്ടം കഷ്ടം
തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാനഹം ഗായം ഗായം കുഹജന വിവസ്യാമി വിജനേ. പദമുറിച്ച് പറയാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അഭി അനാസക്തം. ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരു ദയാം. ഭവത്പാദാംഭോജസ്മരണരസികഃ പാദാംഭോജസ്മരണരസികഃ നാമനിവഹാനഹം ഗായം ഗായം കുഹജന വിവസ്യാമി വിജനേ. രോഗം വർദ്ധിച്ച് 100 ദിവസത്തെ ഭജനം മുടങ്ങുമോ എന്ന് തോന്നിയപ്പോൾ ഇനി എന്നാണ് മറ്റു ഭക്തന്മാരെ പോലെ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കാനും നമസ്കരിക്കാനുമൊക്കെ സാധിക്കുന്നത്? അതോ ഇനി ഭജനം നിർത്തി പോകേണ്ടി വരുമോ എന്ന് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്. ഗതക്ലിഷ്ടം കഷ്ടം, രോഗം കൊണ്ടുള്ള വേദന കൊണ്ട് ദുഃഖിക്കുന്ന ചിത്തം മനസ്സ്, തവ അങ്ങയുടെ ചരണസേവാ രസഭരേ അഭി അങ്ങയുടെ തൃപ്പാദത്തെ സേവിച്ച് ആ ആനന്ദം അനുഭവിക്കാൻ പോലും അനാസക്തം ഭവതി അനാസക്തമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആസക്തി ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ വാതരോഗത്തിൻ്റെ തീവ്രത കൊണ്ട് അങ്ങയെ ഭജിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. വിഷ്ണു സർവഭൂതാന്തസ്ഥിതനായ ഭഗവാനെ ദയാം കുരു, ദയ കാണിക്കണേ, കരുണ കാണിക്കണേ. അഹം ഞാൻ ഭവത് പാദാംഭോജ സ്മരണ രസിക അങ്ങയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ച് രസിച്ചും കൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ടും നാമനിവഹാൻ ഗായം ഗായം തിരുനാമങ്ങൾ നിരന്തരം ഉച്ചരിച്ചുകൊണ്ടും കുഹജന വിജനെ വിജനമായ എവിടെയെങ്കിലും പോയിരിക്കണമോ എന്ന് ചോദിക്കുകയാണ്. മേൽപ്പത്തൂര് രോഗത്തെ കൊണ്ടുള്ള തൻ്റെ ക്ലേശങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് ഈ ശ്ലോകത്തിലാണ്. പറയുകയാണ്, ഭഗവാനെ രോഗത്തിൻ്റെ തീവ്രത കൊണ്ട് വേദന കൊണ്ട് വളരെ ഏറെ ബുദ്ധിമുട്ടുന്ന മനസ്സ് അങ്ങയുടെ നാമം ജപിക്കാൻ പോലും ഇപ്പോൾ അശക്തമാണ്. അതുകൊണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് അങ്ങയുടെ കീർത്തനങ്ങൾ പാടുകയും നാമം ജപിക്കുകയും അങ്ങയെ ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിജനമായ എവിടെയെങ്കിലും പോയിരിക്കണമോ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ എവിടെ പോയിരുന്നാലും ഭഗവാനെ ഭജിക്കുക തന്നെ ചെയ്യും എന്ന് കവി സൂചിപ്പിക്കുകയാണ്. ഏതു ദിക്കിലിരിക്കലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും. പൂന്താനം. ഇനി 3-ാമത്തെ ശ്ലോകം. കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി ന കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതിമസക്ത വിദധതേ. പദമുറിച്ച് പറയാം. കൃപാ തേ ജാതാ ചേത് കിമിവ ന ഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമന ദശ നാമ കിയതി ന കേ ലോകേ അസ്മിൻ അനിശം അയി ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്താഃ സുഖഗതിം അസക്ത വിദധതേ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ എന്താണ് ജീവിതത്തിൽ നേടാൻ സാധിക്കാത്തത് എന്ന് കവി ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്. തേ കൃപാജാതാ ചേത് അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ തനുഭൃതാം ദേഹം ധരിച്ചവർക്ക് ജീവികൾക്ക് കിം ഇവ ന ഹി ലഭ്യം എന്താണ് നേടാൻ സാധിക്കാത്തത്? മദീയ ക്ലേശൗഘ, മദീയ എന്ന് പറഞ്ഞാൽ എൻ്റേത്, ക്ലേശൗഘം ക്ലേശങ്ങളുടെ കൂട്ടം, രോഗങ്ങളുടെ കൂട്ടം, പ്രശമന ദശ
ശമിപ്പിക്കുക എന്നത്, മാറ്റുക എന്നത് നാമകിയതി എത്ര നിസ്സാരമാണ്. ഭഗവാൻ വിചാരിച്ചാൽ ഈ രോഗം മാറ്റുക എന്നത് എത്ര നിസ്സാരമാണ് ഗുരുവായൂരപ്പന് എന്ന് ചോദിക്കുകയാണ് മേൽപ്പത്തൂർ. അനിശം എല്ലാ സമയത്തും ഭവത് കേ ഭക്താഹ അങ്ങയുടെ ഏതെല്ലാം ഭക്തന്മാർ അനിശം എല്ലാ സമയത്തും ശോക അഭിരഹിതാഹ യാതൊരു ദുഃഖവുമില്ലാത്തവരായിട്ട് മുക്താഹ മുക്തന്മാരായിട്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ശാന്തിയോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി അസക്തരായിട്ട് ഭൗതിക സുഖങ്ങളിൽ തീരെ താല്പര്യമില്ലാത്തവരായിട്ട് സുഖഗതി ന വിദധതേ സുഖഗതിയെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങയുടെ എല്ലാ ഭക്തന്മാരും ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച് മറ്റൊന്നിലും താല്പര്യമില്ലാതെ ആനന്ദത്തോടുകൂടി സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഉത്തമ ഭക്തന്മാരിൽ ആരെങ്കിലും ഇതുപോലെ രോഗം കൊണ്ടുള്ള വേദന അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഭക്തന്മാരും ആനന്ദത്തോടെ സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്ന് സാരം. അപ്പം അത് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് സാരമായ സങ്കടത്തോടെ ചോദിക്കുകയാണ്, ഭഗവാനെ അങ്ങയുടെ കൃപ ഉണ്ടെങ്കിൽ ജീവികൾക്ക് എന്താണ് നേടാൻ സാധിക്കാത്തത്? അതുകൊണ്ട് എൻ്റെ ഈ രോഗത്തെ, അതുകൊണ്ടുണ്ടാകുന്ന ക്ലേശത്തെ, വേദനയെ ഇല്ലാതാക്കുക എന്നത് അങ്ങക്ക് എത്ര നിസ്സാരമാണ്. അങ്ങയുടെ ഉത്തമ ഭക്തന്മാർ എല്ലാവരും തന്നെ കീർത്തനാലാപനങ്ങളിലൂടെയും നാമജപത്തിലൂടെയും കഥാശ്രവണത്തിലൂടെയും ഒക്കെ തന്നെ ആനന്ദിച്ച് ഭൗതിക സുഖങ്ങളിലെ അശേഷം താല്പര്യമില്ലാത്തവരായിട്ട്, അതുകൊണ്ട് തന്നെ ദുഃഖം എന്താണെന്ന് പോലും അറിയാതെ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി സഞ്ചരിക്കുന്നു. അപ്പോൾ തനിക്കതുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് മേൽപ്പത്തൂർ ഖേദിക്കുന്നു. ഹരേ കൃഷ്ണ.